ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലീവ് ഡേ ആണ്. വൈഫിന് ലീവ് ഒരു ഡേയ്സ് നോക്കി ഞാനും ഫാമിലിയായിട്ട് ഒന്ന് ഔട്ടിങ് ഇറങ്ങിയതാണ്. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. തലേദിവസത്തെ ജോലിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഫുള്ള് വൈഫിൻ്റെ തന്നെ കൊടുത്തു. സോ ഞാനതേപോലെ ബാക്ക് സീറ്റിൽ എപ്പോഴും പുള്ളിക്കാരിയാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് സാൻഡ് റോക്സ് ലേഔട്ടും കപ്പൂത്തർ മൗണ്ടൻ കപ്പൂത്തർ നാഷണൽ പാർക്കുമാണ് പോകുന്നത്. അതിവിടെ നിന്ന് നരാബറി എന്നൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 100 കിലോമീറ്റർ 110 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറൗണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ 100 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് വലിയ ടയേർഡൊന്നുമല്ല ഈ ഡ്രൈവ്. പിന്നെ നമ്മൾ ഈ സാൻഡ് റോക്സ് എന്ന് പറയുന്നത് നമ്മൾ നരാബറി എത്തുന്നതിന് മുന്നേ ഒരു സൈഡ് റോഡ് എടുത്ത് വേണം പോകാൻ. അതിനകത്തോട്ടൊരു 30 കിലോമീറ്റേഴ്സ് പോകുമ്പോഴാണ് സാൻഡ് റോക്സിലെ ലുക്കൗട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നേരെ അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത്. കാര്യം ഒരു പ്ലാൻ വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടി. അപ്പം അത് ബേസ് ചെയ്താണ് പോകുന്നത്. പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം നമ്മളിപ്പം അവിടെ എത്താറായി. ഇവിടം വരെ നമുക്ക് വണ്ടി വരത്തുള്ളൂ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു വേണം പോകാൻ. അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഞാൻ നോക്കി മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം നിങ്ങൾക്കും കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞങ്ങളിപ്പോൾ നടന്ന് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. എന്നാലും ഈ സ്വാൻഡ് റോക്സ് ലുക്കൗട്ട് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ന്യൂ സൗത്ത് വെയിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കപ്പൂത്തറൻ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഇതൊരു പ്രകൃതി ദൃശ്യമായ സ്ഥലമാണ്. നമ്മളെ ഈ പാറകളൊക്കെ കൊണ്ട് നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു പ്രശസ്ത പ്രകൃതി ദൃശ്യമായ ഒരു സ്ഥലമാണ് ഈ നമ്മുടെ മൗണ്ട് കപ്പൂത്തറൻ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോക്സ്. ഇത് മെയിനായിട്ട് പാറ രൂപീകരിച്ചുണ്ടായ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ ഈ പാറകൾ മനുഷ്യനിർമ്മിതമല്ല. അതായത് വർഷങ്ങളെന്നല്ല മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വതത്തിൻ്റെ ആ ഒരു ബസാൾട്ട ലാവ, അങ്ങനെയാണ് പറയുന്നത്. ബസാൾട്ട ലാവ വളരെ പതുക്കെ, അതായത് ബസാൾട്ട ലാവയായിട്ട് രൂപീകരിച്ച് അത് വളരെ പതുക്കെ തണുത്തു പാറകളായി മാറിയതാണ് ഈ സാൻഡ് റോക്സ്. പിന്നീട് ഇത് വളരെ തൂണുകളായിട്ട്, അതായത് 5-6 നീളമുള്ള തൂണുകളായിട്ട് പിളർന്ന് രൂപം നേടിയെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈ രൂപത്തെ അതിനൊരു പേരും പറയുന്നുണ്ട്. പൈപ്പ് ഓർഗൻ എന്നാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. അന്നേരം അതുപോലെ കാണപ്പെടുന്നതിനാൽ അങ്ങനെ പറയപ്പെടുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇതിനെ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. അതായത് ഈ ഓർഗൻ പൈപ്പ് എന്നൊരു പേരോട് ഉള്ളതുകൊണ്ട് ഓർഗൻ പൈപ്പ് റോക്ക് എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രധാന വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 40 മീറ്റർ ഉയരമുള്ള ബസാൾട്ട് പാറമതിൽ ഇവിടെയുണ്ട്. ഓക്കെ, താഴെ അതേപോലെ ബൗസ്യാസ് ക്രീക്ക് എന്ന് ഒരു ചെറു നദി ഒഴുകുന്നുണ്ട്. ഇപ്പം നദിയില്ല, അതാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇപ്പം നദി വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഈ പാറയുടെ അടിവാരത്തെത്താൻ ഏകദേശം 750 മീറ്റർ നീളമുള്ള ഒരു നടപ്പാതയുണ്ട്. നമ്മൾ ആ നമുക്കത് നദി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നടന്ന് പോകാൻ ഉള്ളൊരു സ്ഥലം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനെ വാക്കിംഗ് ട്രാക്ക് എന്നും പറയും. നമ്മൾ അതുവഴി തന്നെയാണ് നടന്ന് അത് കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതൊരു പ്രധാന ടൂറിസം പ്ലേസായിട്ട് മാറിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ മികച്ച ഓർഗൻ പൈപ്പ് അതായത് പാറ രൂപീകരണങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇതൊരു പ്രധാന ടൂറിസം പ്ലേസായിട്ടും മാറിക്കഴിഞ്ഞു. മെയിനായിട്ട് ഫോട്ടോഗ്രാഫി, പ്രകൃതി പഠനം അല്ലെങ്കിൽ ബുഷ് വാക്കിംഗ് എന്നിവ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നതിന് ഇത് കാണാൻ ഇത് ബേസ് ചെയ്തുള്ളതും. മെയിനായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രകൃതിദത്ത സൗമ്യശാസ്ത്ര അത്ഭുതമാണ്. അതായത് അഗ്നിപർവ്വതം ലാവ പൊട്ടിയാണല്ലോ ഇത് രൂപീകരിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ ഓസ്ട്രേലിയ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിയായിട്ടുണ്ടായ ഇങ്ങനെയുള്ള പാറകളായതുകൊണ്ട് മെയിനായിട്ട് ഒരു വിനോദസഞ്ചാരമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് കാണാനാണ് വന്നത്. ഇനി നമ്മൾ നേരെ മൗണ്ട് കപ്പൂത്തിലേക്കാണ് പോകുന്നത്.